ആ സാറേ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് 2 ഇതും കിട്ടും കേട്ടോ. AR 2 AR ഗോൾഡ് പിന്നെ കുറെ വൈറ്റ്. ആ അതെ കിട്ടും കിട്ടും. വൈറ്റും ഗോൾഡും ARും കിട്ടിയായിരുന്നു. 2 AR. ആ AR അതാ നമുക്ക് പറഞ്ഞത്. അതെ AR കിട്ടി. സാധാരണ വൈറ്റും ഇതുമല്ലേ കിട്ടുന്നത്? ഇതുമല്ലേ കിട്ടുന്നത്? ആ ബ്ലാക്ക് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ സാറേ ഇത് കഴിഞ്ഞു. നമ്മൾ റെഡി ആവട്ടെ? അല്ല നിങ്ങൾ റെഡി? ഓക്കെ ഓക്കെ. നമ്മൾ റെഡി അല്ലേ? ഇതാ അവരല്ലേ PD അല്ലേ ഫയർ ചെയ്യുന്നേ? എടാ ബാറ്റ്മാൻ നീ കേറി മേലത്തെ സ്റ്റെപ്പ് ചെയ്യ്. ചാവും ഞാനും ചാവും. അൾട്രോണിന്റെ മേളിലാരാ? ഞാൻ പറയട്ടെ. എടാ ബാറ്റ്മാനെ നീ നിന്റെ പൊസിഷൻ തന്നെ പൊക്കോ. അല്ല നിന്റെ പൊസിഷൻ തന്നെ പൊക്കോ. എന്നിട്ട് അവിടെ നിന്ന് അവര് കേറിയാ പറയും. ചെല്ലു നിനക്ക് കാണാൻ പറ്റത്തുള്ളൂ. അവർ ഇങ്ങോട്ട് കേറുവാണെങ്കിൽ നീ അവിടെ നിന്ന് അടിച്ചോ. ഒരു വറക്കത്തില്ലല്ലോ. ഒരു ഇതയില്ല ഇരിക്കും. ഞാൻ നിൽക്കുന്ന എനിക്ക് അടി കിട്ടിയില്ല. അവിടെ ഒരു പീടിയുണ്ട്. ആ പീടിക്ക് എന്നെ കാണാൻ പറ്റും. പക്ഷെ എനിക്ക് ആ പീടിയെ കാണാൻ പറ്റില്ല. സാറന്മാർക്ക് കേൾക്കാൻ കേട്ടോ നമ്മള് പറയുന്നു. പറയ്. അറിയാം. ഷീൽഡ് ഉണ്ട്. എടാ നീ ഓടിവാ. ഒറ്റ ഓട്ടം അവിടുന്ന് ഒറ്റ ഓട്ടം ഓടിവാ. കണ്ണ് പൂട്ടി ഓടിവാ. കണ്ണ് മാറ്റി ഓട്. ചലജ ഓടിവാ. അത്രേ ഉള്ളു. ഓട്. അത്രേ ഉള്ളു. ഏതാ? ഇനി അങ്ങോട്ട് ഇവിടുന്ന് പറഞ്ഞിട്ടോ. ഇങ്ങോ ഇരിക്കുന്നു. ഓക്കെ ഒരു ഡൗണേ. 200 വേണോ? 200 ഓ ഞാൻ ഇറങ്ങിയപ്പോ എല്ലാരും വന്നു. കണ്ട ഇതാ പ്രശ്നം. എല്ലാരും അഗ്രസീവായി. ഞാൻ ഒന്ന് ചുമ്മാ ഇറങ്ങിയതാ. ഇത്ര പേര് താഴോട്ട് ഇറങ്ങി വന്നാ. എടാ നാരികളെ തിരിച്ചു ബാറ്റ്മാൻ അൾട്രോൺ ലെഗസി തിരിച്ചു വാ. ഡബിളേടാ തിരിച്ചു കയറി ബാറ്റ്മാനെ. എന്നാ ചെല്ലു കേറി അടിച്ചോ ഫിനിഷ്. മുതലോ എന്നാ പുഷ് ചെയ്തോ. പക്ഷെ പുറത്തോട്ടാരും പോവല്ലേ. ഓക്കെ മതി. പുറത്തോട്ട് പോവല്ലേ. തിരിച്ചു വാ. ഫൈറ്റില്ല. ഇല്ല ഇവിടെ എന്റെ കളി പക്ഷെ പുറത്തോട്ടാരും പോവല്ലേ. ടീം ഫയർ വരെ നോക്കേ.
3 വിക്ക് അതെങ്ങനെ ഉണ്ടാവുന്ന വിധി അവൻ കയറി അടിക്കില്ലേ? അതെങ്ങനെ റീസൺ എന്തായിരുന്നു? എന്തോ അല്ല റീസൺ എന്തായിരുന്നു ഇതെന്താ ഇവനൊന്നും പുറത്തുനിന്ന് അല്ല കളിച്ചോണ്ട് ദൈവമേ reason കേക്കാവോ എന്റെ അവരുടെ റീസൺ എന്തായിരുന്നു? ഇതെന്താണ് ഒരു ഹെൽപ്പ് ഇട്ട് അല്ലല്ലോ മൂലൊന്ന് ഹെൽപ്പ് ഇട്ട് അല്ല ഇവിടെ സിറ്റുവേഷൻ ആണല്ലോ എങ്ങനെ എന്റെ ആവുന്നേ? എടാ അത് മിക്കവാറും ടൈം ഒത്തിരി എടുക്കുന്നതുകൊണ്ടായിരിക്കും. അല്ല അത് വേണമെങ്കിൽ പീടിക്ക് പുഷ് ചെയ്യാലോ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പ്രശ്നം വിഷയമല്ലോ നമ്മുടെ കേക്കാവോ? വിഷയമല്ലല്ലോ. ആ കേക്കാവോ ഇതെങ്ങനെ എന്റെ ആവുന്നേ? റോംബറി ടൈം 30 മിനിറ്റ്സ് ആണ്. ഓക്കെ, സോ അതിനകത്ത് ആരാണ് കൂടുതൽ ആയിട്ടുള്ളത് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത് അവര് ജയിക്കും. അല്ല ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ അപ്പൊ റോബറി അല്ല 30 മിനിറ്റ്സ് പറഞ്ഞാൽ ഈ ഫൈറ്റ് തുടങ്ങിയ ശേഷം 30 മിനിറ്റ് ആണോ? അല്ലല്ല ഒരു ഡൗട്ട് ഒറ്റ ഡൗട്ട് കാരണം ഇപ്പൊ പീഡി ഇപ്പൊ നമ്മളെ ആള് കുറവാണ് പീഡി കുറച്ച് പേര് അധികം കൂടുതൽ പുറത്തുണ്ടെങ്കിൽ അപ്പൊ എങ്ങനെയാ പീഡി അകത്തോട്ടും കയറുന്നില്ല നമുക്ക് പുറത്തിറങ്ങി അടിക്കാൻ പറ്റുമോ? അത് ചോദിച്ചോ കേട്ടോ. ആ അത് ചോദിച്ചു നോക്കി. ബ്രോ ആ പറഞ്ഞോ. ഓക്കെ, സോ നമ്മളിവിടെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 15 മിനിറ്റ് പുള്ളിക്കാരന് അടിക്കാൻ വേണ്ടി ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 15 മിനിറ്റ് അല്ല, നമ്മൾ ഓൾറെഡി ഇറങ്ങി ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ബ്രീച്ച് ചെയ്യണമെങ്കിൽ ഇപ്പൊ തന്നെ ബ്രീച്ച് അല്ലെങ്കിൽ എന്താ ഒന്ന് പുള്ളിയുടെ പറഞ്ഞിട്ടുണ്ട്. കാരണം പോലീസ് ഒരാളല്ലേ ഉള്ളൂ, നിങ്ങൾ മെജോറിറ്റി ആൾക്കാരല്ലേ. രണ്ടുപേരുണ്ട്. അല്ല ഞാൻ ചോദിക്കുന്ന മറ്റേ സിനാരിയോ ഇപ്പൊ നമ്മള് ഒരു രണ്ടുപേരും പീഡി ഒരു 4 പേരുണ്ടായിരുന്നു പീഡി എന്നിട്ടും കേറുന്നില്ല നമ്മളിപ്പോ ഇവിടെ അകത്ത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഉള്ളിൽ 2 പേരും പുറത്ത് 4 പേരുണ്ടെങ്കിലുള്ള സിറ്റുവേഷൻ അല്ലേ? ആ അതാ ചോദിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഇത്ര നമുക്ക് പുറത്തിറങ്ങി പുഷ് ചെയ്യാൻ അടിക്കാൻ പറ്റുമോ? അത്ര അങ്ങനെ പറ്റുമെങ്കിൽ എപ്പോഴേ തീർച്ചയായിട്ടും. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ അല്ലേ, ആ ഒരു അങ്ങനത്തെ ഇതില് സിനാരിയോ ഇങ്ങനെ ഇപ്പൊ നടക്കുന്നത് 30 മിനിറ്റ്സ് ടൈം കൊടുക്കും. ഓക്കെ, അല്ല ആ 30 മിനിറ്റ്സ് ടൈമില് പീഡിക്ക് ഫൈറ്റ് സിറ്റുവേഷൻ അതിൽ പീഡി അടിച്ചെടുക്കണം. അത് അവരുടെ ഇതിൽ കിടക്കുന്ന കാര്യമാണ്. അത് അവര് അടിച്ചെടുക്കാൻ പറ്റാത്ത ഒരു ഫെയിൽ ആയിക്കഴിഞ്ഞാല് യു ഗൈസ് വോൺ. ഓക്കെ അതിൽ കൗണ്ട് മാറ്റർ അല്ലല്ലോ അല്ലേ? അല്ല അതില് അതാ പറഞ്ഞു ഇപ്പൊ പീഡിയിലെ അവരെ അടിച്ചെടുക്കേണ്ട ടൈം ഉണ്ട്. ആ ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാല് അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഇഫ് ദേ ഫെയിൽ ടു ഡു ദാറ്റ് യു ഗൈസ് വോൺ.